നമസ്കാരം സുഹൃത്തുക്കളെ, ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നിന്റെ ആത്മാർത്ഥമായ സ്നേഹത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഈ വ്യക്തിക്ക് വലുത്. അതെ, ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥത യഥാർത്ഥത്തിൽ ഉള്ളതാണോ? നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ സ്നേഹത്തിൽ ഈ വ്യക്തി കീഴടങ്ങിപ്പോയിട്ടുണ്ടോ? നിങ്ങളെ വേണമെന്നുള്ള ആഗ്രഹം ഈ വ്യക്തിക്കുണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമാണ് നമുക്കിന്നിവിടെ ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വളരെയധികം ക്ഷമാശീലവും നിങ്ങൾക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം എന്നുള്ള മനോഭാവവും ഉള്ള ഒരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികപരമായിട്ടുള്ള ക്ലേശങ്ങളും തടസ്സങ്ങളും എല്ലാം തന്നെ വളരെയധികം മുന്നിൽ നിൽക്കുമ്പോൾ പോലും ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നത് നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരണം എന്നത് തന്നെയാണ്. ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിരിക്കുന്ന പല വാക്കുകളുണ്ട്, അതായത് വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ ഈ വ്യക്തി ഏതറ്റം വരെയും പോകും എന്നുള്ള മനോഭാവത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് വളരെയധികം ഉറപ്പായി കാണുവാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയായിട്ടുള്ള സ്നേഹബന്ധം. വളരെയധികം യാദൃശികമായിട്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കുന്നത്. ഇതൊരിക്കലും നേരത്തെ തന്നെ പദ്ധതി ഉണ്ടാക്കിയതോ പ്ലാൻ ചെയ്തതോ അല്ല. വളരെ യാദൃശികമായിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമല്ല, നിസാരമല്ല. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വേറൊന്നുമല്ല, ഈ വ്യക്തി ഏത് സ്ഥലത്ത് പോയാലും അവിടെ നിങ്ങളുമായിട്ട് പോകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടും നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതം പങ്കുവെക്കുന്നതുമായിട്ടുള്ള മാനിഫെസ്റ്റേഷനാണ് നിരന്തരം ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്രയും ഉയർന്ന രീതിയിലുള്ള മാനിഫെസ്റ്റേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ നിസ്സാരമായ ഒരു കാര്യമല്ല. നമുക്കിഷ്ടപ്പെടുന്ന ഒരു കളിപ്പാട്ടമാണെങ്കിൽ പോലും ആ ഒരു കളിപ്പാട്ടം നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് യഥാർത്ഥമായ കളിപ്പാട്ടം നമ്മളുടെ കൈകളിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. ഞാൻ കളിപ്പാട്ടത്തിനോട് ഉപമിച്ചത് വേറൊന്നുമായിട്ടല്ല, അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതിനെ നമ്മൾക്ക് ആകർഷിക്കാനും അത് നമ്മളെയും ആകർഷിക്കാനുള്ള ആ ഒരു ഊർജ തരംഗങ്ങൾ ഈ പ്രപഞ്ച ശക്തിയിലുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ ആണ് ഈ വ്യക്തി ഓരോ ദിവസവും നിങ്ങളെ കുറിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സ് ആഗ്രഹിക്കുമ്പോൾ പോലും ഈ വ്യക്തി ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് അത് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ വേണമെന്നും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുള്ള ആ ഒരു അതിയായ മോഹം തന്നെയാണ് ഈ വ്യക്തിയെ വീണ്ടും വീണ്ടും മുന്നോട്ട് വരുവാൻ നയിക്കുന്നത്. മുന്നോട്ട് വെച്ച കാൽ ഒരിക്കലും ഈ വ്യക്തി പിറകിലേക്ക് വെച്ചിട്ടില്ല. കാരണം നിങ്ങളിലേക്ക് അത്രയും ഊർജമാണ് ഈ വ്യക്തി തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു മനോഹരമായ കണ്ണുകൾ, അല്ലെങ്കിൽ മുഖസ്തുതി, നിങ്ങളുടെ സംസാരം, ശബ്ദം, നിങ്ങളുടെ ജീവിത രീതി, സ്വഭാവ രീതി, നിങ്ങൾ സംസാരിക്കുന്ന രീതി, ഇതെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ വളരെയധികം പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി ഈ പേഴ്സൺ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. രാത്രികാലങ്ങളിൽ ഈ വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളെ ഓർത്തുകൊണ്ട് തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അതൊരിക്കലും ഈ വ്യക്തി വെറുതെ ചെയ്യുന്നതല്ല, യാദൃശികമായി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു പോകുന്നതാണ്. നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഈ വ്യക്തിക്ക് വലുത് എന്ന് ഓരോ സാഹചര്യത്തിലും ഈ വ്യക്തി മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന ബന്ധുമിത്രാദികളോ കൂട്ടുകാരോ സഹപ്രവർത്തകരോ ആയിക്കോട്ടെ, അവർക്കെല്ലാം തന്നെ വളരെയധികം കൃത്യമായി തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രം ആഴമേറിയതാണ് എന്നുള്ളത് അറിയാം. കാരണം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ടൊക്കെ ഈ പേഴ്സൺ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു.
അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഊർജ്ജമാണ് നമുക്കിന്നിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ എപ്പോഴും ഒരു രാജകുമാരിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു രാജകുമാരനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പൂർണ്ണചന്ദ്രനാണെങ്കിലും ആദ്യ ചന്ദ്രനാണെങ്കിലും ആദ്യ പാദമാണെങ്കിലും അതിലെല്ലാം തന്നെ ഈ വ്യക്തിയുടെ ഊർജം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഈ വ്യക്തി അടുത്തുണ്ടെന്നുള്ള തോന്നൽ വരുന്നതായി നമുക്കിവിടെ കാണാം. നേരെ തിരിച്ചും ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെയും ഈ വ്യക്തി വരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ വന്നു പോയിട്ടുണ്ടാകാം. കാരണം എവിടെയെങ്കിലും ദൂരെയെങ്കിലും നിന്ന് നിങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹം വളരെയധികം അതിയായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വിവാഹം കഴിക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പേരുമെങ്കിൽ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവിടെ ഏതാനും ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ തൽക്കാലം കുറച്ചു നാളത്തേക്ക് ഒന്ന് ശാന്തമായി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വ്യക്തി ശാന്തമായി നിൽക്കുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ താല്പര്യമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള മനഃശക്തിയും തൻ്റെ ഇടവും ഇല്ല എന്നുള്ളതല്ല അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സാഹചര്യങ്ങൾ എപ്പോഴും അനുകൂലമാവുകയും കലങ്ങിത്തെളിയുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു സമയത്ത് ഒന്നിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ജോലി സംബന്ധമായിട്ടും ഇപ്പോൾ ഈ വ്യക്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യവുമായിരിക്കാം, ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടാകാം. അങ്ങനെ എന്തൊക്കെയാണോ ആ കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. അത്രയും പോസിറ്റീവായിട്ടുള്ള ഊർജം തന്നെയാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റത്തിന് വിധേയമാകുന്ന പലതരത്തിലുള്ള പോസിറ്റീവായ ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിയെ തേടി വരുന്നു. അത് ഉറപ്പായിട്ടും ഒരവസരങ്ങൾ തന്നെയാണ്. അത് ദൂരയാത്രയായിരിക്കാം, ദൂരത്ത് പോയി പഠിക്കുന്നതോ ജോലി ചെയ്യുവാനോ ആയിരിക്കാം. എന്നിങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും അവസരങ്ങളുമാണ് ഈ വ്യക്തിയെ തേടി വന്നിട്ടുള്ളത്. നമുക്കിനി ഏതാനും ചില പ്രണയ സന്ദേശങ്ങൾ വായിച്ചുകൊണ്ട് ഈ വായന നിർത്തലാക്കാം. നീയുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഞാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതെ, അപ്പൊ ചില തയ്യാറെടുപ്പുകൾ ഈ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും കമിതാക്കളാണ്. നിങ്ങൾ കല്യാണം കഴിക്കാൻ ഒരുമിച്ച് ജീവിക്കാനും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും എന്നെ നിന്നിൽ നിന്നും അകറ്റി എന്നെ ബന്ധിച്ചിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ഈ വ്യക്തി വളരെയധികം ഈ വ്യക്തിയെ ബന്ധിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട്. നിന്റെ സ്നേഹം അനുഭവിക്കാൻ അർഹതയുള്ള വ്യക്തിയാണോ ഞാൻ എന്നാണ് അടുത്തത് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ചില സമയങ്ങളിൽ ഈ വ്യക്തിക്ക് വിഷമം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.